പ്രിയപ്പെട്ട നിലമ്പൂരുകാരെ, പ്രിയപ്പെട്ട എം സ്വരാജ്, പ്രിയപ്പെട്ട സ്വരാജിൻ്റെ അധ്യാപകരും പ്രിയപ്പെട്ടവരുമായ സുധാകരൻ മാഷ്, പ്രിയപ്പെട്ട ഡോക്ടർ മിനി പ്രസാദ്, സമൂഹത്തിൻ്റെ ആരാച്ചാരാണ് ഞാനെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അങ്ങനെ പറയുന്ന ചിലരെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിലും അതൊരു വല്ലാത്ത ബഹുമതിയായിപ്പോയി. ഈ ഫേസ്ബുക്കിൽ ശ്രീ എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം അറിഞ്ഞ ഉടനെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു ചെറിയ കുറിപ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് ഈ രാഷ്ട്രീയ എതിരാളികളെ അങ്ങേയറ്റം അവഹേളിക്കുകയും അവരുടെ സ്വഭാവഹത്യ നടത്തുകയും അങ്ങേയറ്റം നിന്ദിച്ചുകൊണ്ട് മംഗലശ്ശേരി നീലകണ്ഠന്മാരും അയ്യപ്പൻ കോശിമാരുമായി ആറാടുകയും ചെയ്യുന്ന ആളുകൾക്കിടയിൽ ജനാധിപത്യ മര്യാദയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രതികരിച്ചതിന് എം സ്വരാജിന് നന്ദി എന്നാണ് ഞാൻ എഴുതിയിരുന്നത്. കാരണം ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ പ്രത്യേകിച്ചും രാഷ്ട്രീയ നേതാക്കൾക്ക് മംഗലശ്ശേരി നീലകണ്ഠന്മാരാകാനല്ല, അയ്യപ്പനോ കോശിയോ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ച് ഡയലോഗ് പറഞ്ഞ് ശ്രോതാക്കളെയും പ്രേക്ഷകരെയും ത്രില്ലടിപ്പിക്കാനല്ല, മറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ കാലത്ത് ചെയ്തു തീർക്കാനുണ്ട് എന്ന് ഓർമ്മിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ സ്വരാജിനെ പോലെ എനിക്ക് മുമ്പ് സംസാരിച്ച മിനി ടീച്ചർ സ്വരാജിനെ വിശേഷിപ്പിച്ചതുപോലെ അമാന്യമായ ഒരു വാക്കുപോലും പ്രവൃത്തി പോലും ഇല്ലാത്ത രാഷ്ട്രീയ നേതാക്കളുടെ ആവശ്യകത, അത്യന്താപേക്ഷികത, അനിവാര്യത ഒക്കെ സമൂഹം അങ്ങേയറ്റം ആവശ്യപ്പെടുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് തന്നെ എം സ്വരാജ് നിയമസഭയിൽ എത്തണമെന്നും കേരള രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് എം സ്വരാജുമാർ നിറഞ്ഞു നിൽക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും സ്വരാജിൻ്റെയും അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകളുടെയും പ്രതികരണങ്ങളും അതിനുപയോഗിക്കുന്ന ഭാഷയും ശൈലിയും ശബ്ദത്തിൻ്റെ മോഡുലേഷനുമൊക്കെ ശ്രദ്ധിച്ചാൽ അത് വ്യത്യാസം മനസ്സിലാവും. ഇപ്പം ഇന്നലെ തന്നെ വളരെ ദാരുണമായൊരു സംഭവം ഇവിടെ ഉണ്ടായി. അതെങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കാം എന്ന് ചിന്തിച്ച ആളുകളുടെ അതേക്കുറിച്ചുള്ള പ്രതികരണവും അതേ സംഭവത്തെക്കുറിച്ച് ശ്രീ എം സ്വരാജിൻ്റെ പ്രതികരണവും ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ അത് മനസ്സിലാകും. എനിക്ക് വളരെ അഭിമാനം തോന്നിയത് ഈ കാലത്തും ഈ വിധത്തിലുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് നിലനിൽക്കാമെന്ന് ബോധ്യപ്പെടുത്തുന്നത് സ്വരാജിനെ പോലെ ചില ചെറുപ്പക്കാർ മാത്രമാണ്. അതിന് ഇടതുപക്ഷത്തോട് ഞാൻ നന്ദി പറയുന്നത് ആ കാരണം കൊണ്ട് ഈ എഴുത്തുകാരോട് ചേർന്ന് നടക്കുന്നവരാണ് ഇടതുപക്ഷത്തുള്ള ഒരു വിഭാഗം ചെറുപ്പക്കാരെന്ന് നമുക്കൊരു ധൈര്യം തരുന്നു എന്നുള്ളതിനാണ്. എഴുത്തുകാർ ഇടതുപക്ഷം ചേർന്ന് നടക്കുന്നു എന്നുള്ളത് ഒരു വലിയ ആരോപണമായി കേരള സമൂഹം പറയാറുണ്ട്. എഴുത്തുകാർ നിഷ്പക്ഷരായിരിക്കണം എന്നാണ് അവരെപ്പോഴും പറയാറുള്ളത്. പക്ഷെ നിഷ്പക്ഷത എന്നാൽ എന്താണെന്ന്, അത് നീതി ലഭിക്കാത്തവരുടെ, നീതി നിഷേധിക്കുന്നവരുടെ ഒപ്പം നിൽക്കലാണ് നിഷ്പക്ഷത എന്ന കാര്യം മറന്നുകൊണ്ടാണ് പലപ്പോഴും ചാനലുകളും പത്രപ്രവർത്തകരും ഈ വിധത്തിൽ. തീർച്ചയായിട്ടും എഴുത്തുകാർ അഭിപ്രായമൊന്നും പറയാതെ അവരവരുടെ പുസ്തകത്തിൻ്റെ കാര്യം നോക്കി മാത്രം ജീവിക്കുന്നതാണ് ഈ കാലത്ത് എഴുത്തുകാർക്ക് ഏറ്റവും അഭികാമ്യവും ലാഭകരവും എന്നിരിക്കെ ആരോട് ചേർന്ന് നിൽക്കണമെന്നുള്ളതും ആർക്ക് വേണ്ടി സംസാരിക്കണമെന്നുള്ളതും തീരുമാനിക്കേണ്ടി വരുന്ന ഒരു നിർബന്ധിതാവസ്ഥയിലേക്ക് നാം വീണു പോകുന്നു എന്നുള്ളതാണ് സത്യം. ഇന്നലത്തെ കാര്യത്തിൽ സ്വരാജിൻ്റെ പ്രതികരണം എനിക്ക് വളരെ സന്തോഷം തോന്നിയത്, ആ വിഷയത്തെപ്പറ്റി ഉദാഹരണം ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് വളരെ പ്രാദേശികമായി അല്ലെങ്കിൽ ഒരു
നമ്മുടെ ഒരു ദൂരക്കാഴ്ചയില്ലായ്മ കൊണ്ട്, നമ്മുടെ ചരിത്രബോധമില്ലായ്മ കൊണ്ട്, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഒക്കെ എടുത്തു ചാടി എടുക്കാവുന്ന തീരുമാനങ്ങളിൽ നിന്ന് വേറിട്ട് അതിനെ പക്വതയായി, അത് ദുരന്തമായി ഒരു പ്രദേശത്തെ ഏതാനും മനുഷ്യരോ അല്ലെങ്കിൽ ഒരു പ്രദേശമോ മാത്രം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമല്ല, മറിച്ച് ആഗോളതാപനത്തിൻ്റെ വളരെ വിശാലമായ ഒരു ഭൂമികയിൽ മനുഷ്യരാശി ഒന്നാകെ നേരിടുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് എന്നോർത്തുകൊണ്ട് ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടാമെന്ന് വിപുലമായ വായന കൊണ്ടും അറിവ് കൊണ്ടും ചർച്ചകൾ കൊണ്ടും അതിന് ശ്രമിക്കേണ്ടതാണ് എന്ന് ഓർമ്മ വയ്ക്കാൻ, അല്ലെങ്കിൽ അത് തിരിച്ചറിയുന്ന രാഷ്ട്രീയ പ്രവർത്തകരിലൊരാൾ, രാഷ്ട്രീയ നേതാക്കളിലൊരാളാണ് സ്വരാജ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാനത് പറയുമ്പോൾ സ്ഥാനാർത്ഥിയുടെ സമയം അധികം എടുക്കാമെന്ന് ആഗ്രഹമില്ലെങ്കിലും ഇത് പറയാതെ വയ്യ. കാരണം എഴുത്തുകാർ പറയുന്നതൊന്നും ആരും കേൾക്കാറില്ലെന്നാണ് പൊതുവെ വയ്ക്കാറുള്ളത്. നമ്മുടെ എഴുത്തുകാരി കമലാ സുരയ്യ പറഞ്ഞതുപോലെ എഴുത്തുകാരെപ്പോഴും സംസാരിക്കുന്നത് ഒഴിഞ്ഞ കസേരകളോടായിരിക്കുമെന്നാണ്. ഈ കേൾക്കാനുള്ളവർ, ശ്രോതാക്കൾ പിൽക്കാലത്ത് വന്നു ചേരുകയുള്ളൂ. കുറച്ച് സമയം കഴിഞ്ഞ് വന്നു ചേരുന്ന ശ്രോതാക്കളെ പോലെ കുറേ കാലം കഴിഞ്ഞ് വന്നു ചേരുന്ന ശ്രോതാക്കൾ ചില എഴുത്തുകാർക്കുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് അവരെ കൊണ്ട് എഴുതിപ്പിക്കുന്നത്. അപ്പോൾ ഈ ആഗോള താപനത്തിൻ്റെ ഒരു കാലം ഒരു കഥ പറഞ്ഞു തുടങ്ങണമെങ്കിൽ നമ്മൾ 1800കളിലേക്ക് പോകണം. ആദ്യമായി ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ പറ്റി പറയുന്നത് 1800കളിലാണ്. ഈ വിഷയത്തെപ്പറ്റിയൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ചെറുപ്പക്കാർ ഈ കൂട്ടത്തിലുണ്ട്. അത് കഴിഞ്ഞ് 2007 തന്നെ, ഇല്ല 1800കളിൽ നിന്ന് നേരെ 1990കളിൽ വരുമ്പോഴേക്കും കാലാവസ്ഥ ആഗോള താപനത്തെപ്പറ്റി നമുക്കൊരു ധാരണ വരുന്നു. പക്ഷെ 2007 ഞാൻ ചുരുക്കി പറയുകയാണ്, 2007 IPCC ഒരു ക്ലൈമറ്റ് അസസ്മെൻറ്റ് റിപ്പോർട്ടിൽ തന്നെ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം വരും ദിവസങ്ങളിൽ കൂടി വരും എന്ന്, അതായത് ഇതിനും 17-18 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഒരു കാര്യം ശാസ്ത്രജ്ഞർ പറഞ്ഞു തുടങ്ങിയിരുന്നു. ക്ലൈമറ്റിനെ പറ്റി പഠിക്കുന്നവർ, കാലാവസ്ഥയെപ്പറ്റി പഠിക്കുന്നവർ അന്ന് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ സമൂഹം എന്ന നിലയിൽ നമ്മളത് കാര്യമായി എടുക്കുന്നതായിരുന്നില്ല. അത് ദേശീയ തലത്തിൽ ഉണ്ടാകേണ്ട ഒരു ബോധവൽക്കരണവും അതിനുള്ള പ്രവർത്തനങ്ങളുമായിരുന്നു നടക്കേണ്ടിയിരുന്നത്. അതുണ്ടായില്ല. അതിനെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ പല ചെറിയ ചെറിയ തുരുത്തുകളിൽ നടക്കുമ്പോഴും അതിനൊരു ഏകോപന സ്വഭാവം ഉണ്ടാകുന്നില്ല. ഇത് ഒരു പ്രദേശത്തിൻ്റെ മാത്രം പ്രശ്നമല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ, അതിന് പരിഹാരം എന്ത്, പുതിയ കാലത്തെ എന്തെല്ലാം പരിഹാര മാർഗങ്ങളാണ് വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷത്തിന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതെന്നുള്ളതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കണമെങ്കിൽ ഇതിൻ്റെ ചരിത്രം അറിയണം, ഇതിൻ്റെ ഭൂമിശാസ്ത്രമായ പ്രത്യേകതകൾ അറിയണം, ഭാവിയെപ്പറ്റി ഒരു ഭാവന വേണം.